ആദ്യമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അൻസു എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. 7 വർഷത്തിന് മുന്നേ ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ നാട്ടിലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ പിതാവുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കി ഞാൻ 7 വർഷത്തോളം നാട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളും സാമ്പത്തികവും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് വന്ന ആ ഒരു ജോലിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഞാനും ആഗ്രഹിച്ചു എനിക്കും തിരിച്ച് ജോലിയിലേക്ക് പോകണം എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു OET പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ OET 2024 പഠിക്കാൻ തുടങ്ങി. OET പഠിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ സമയമായപ്പോഴേക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും അവർ നിർത്തിവെച്ചു. അപ്പം ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അമ്മ എവിടെയാണോ എന്നെ വിടാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് വേണം എനിക്ക് പോകാനായിട്ട്. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥലം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പോകുമ്പം ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോകുമ്പം എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ OET ഒക്കെ കഴിഞ്ഞ് റിക്രൂട്ട്മെൻ്റ് എല്ലാം നിർത്തി ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ബെൽജിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അവിടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ പോയപ്പം 2 കുട്ടികളെ കണ്ടു. അവർ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വഴി ബെൽജിയത്തിൽ വന്ന പിള്ളേരാണ്. അപ്പോൾ അവരെ കണ്ട് അവരോട് സംസാരിച്ചു. അപ്പം ഈ വർഷം അവിടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും, അപ്പം നീ അത് അവരുടെ സൈറ്റിൽ ODPCയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും വരുന്നില്ല, അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ സൈറ്റിൽ വെറുതെ നോക്കിയപ്പം ഇങ്ങനെ ഒരു ബെൽജിയം റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. അവിടെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു, കൊടുത്തു. പക്ഷേ എന്താവും അതിൻ്റെ ബാക്കി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു മെയിൽ വന്നു, എന്തോ അത് റിജക്ഷനായി എന്നും പറഞ്ഞിട്ട്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു, സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം എൻ്റെ റിജക്റ്റായി. അപ്പോൾ റിജക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് എനിക്കത് പെട്ടെന്ന് റിജക്റ്റായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ റൂമിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ മെയിൽ അയച്ചു, റിജക്റ്റായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിൽ നീ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഒരു നമ്പർ അയച്ചു, അത് ആരുടെ നമ്പറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഒരു മാമാണ് ഫോൺ എടുത്തത്. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും കൂടി ഒരു കാര്യം ചെയ്യ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൽ ചെയ്യ്, എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ബെൽജിയത്തിലുള്ള അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മെയിൽ അയച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആ മെയിൽ അയച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും മെയിൽ വന്നു, സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് 45 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമായിരുന്നു. ആ ടെസ്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനത് 40 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം മെയിൽ വന്നു, ആ ടെസ്റ്റ് ഞാൻ പാസ്സായി എന്ന് മെയിൽ വന്നു. അതിനുശേഷം എനിക്ക് ഓൺലൈൻ ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ 800 പേരുടെയോളം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ നിന്ന് അവർക്ക് 73 പേരെ മതിയായിരുന്നു. അപ്പം അതിലൊരാളാകാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഉപ്പ് വിതറി, ഞാൻ അതിലിരുന്നു, കയ്യിൽ കാശ് രൂപവും ഉപ്പും പിടിച്ചു, നാക്കിൽ ഞാൻ എണ്ണ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചു.
എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നൊന്നും തോന്നിയില്ല. കാരണം ഞാനല്ല അവിടെ ഒന്നും പറഞ്ഞത്, പരിശുദ്ധ അമ്മയാണ് അതെല്ലാം അവർക്ക് വേണ്ടതൊക്കെ എൻ്റെ നാവിൽ കൂടി പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫൈനലല്ല, ഇനിയും ഉണ്ട് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ 2-3 ഇൻ്റർവ്യൂസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും കാശുരൂപവും ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞ് എനിക്ക് എത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് എനിക്ക് കോട്ടയത്തൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം 7 വർഷത്തെ ഗ്യാപ്പായതുകൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ അവർ പറയുന്നത് ഗ്യാപ്പ് പറ്റില്ല, 1 വർഷമൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ലൂർദിൽ ജോലി ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ അവിടെ ജോലി ചെയ്തു. ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴും ബെൽജിയത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെത്തി. നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അസസ്മെൻറ്റും പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉണ്ടായിരുന്നു നഴ്സിങ്ങിൻ്റെ. അങ്ങനെ ആ ടെസ്റ്റൊക്കെ പാസ്സായി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു കഴിവുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ അമ്മയാണ് അതെല്ലാം അവിടെ വന്ന് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു അവിടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. അതിനകടയിലും ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അതൊക്കെ നേരിടാൻ പറ്റി. പരീക്ഷ പാസ്സായി. ഇപ്പം ടിക്കറ്റും വിസയും വന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റും വിസയും. അടുത്ത മാസം ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 73 പേരുണ്ട്, ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമായിരുന്നു. അപ്പം എനിക്കത് പല കാരണങ്ങൾ, കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ടും എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊരു ID കാർഡ് വേണമായിരുന്നു, ഞങ്ങളുടെ ഹൈദരാബാദിൽ നിന്നുള്ള. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പം ഒരു മെയിൽ വന്നു. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കും എന്തൊക്കെയോ ഈ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയതിൻ്റെയും വ്യത്യാസം കൊണ്ട് അത് ഹോൾഡായി കിടക്കും, അത് കിട്ടാനായിട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 1ാമത്തെ നിയോഗം എൻ്റെ ആ NOCയും എൻ്റെ ആ NUID അത് രണ്ടും കിട്ടണം എന്നായിരുന്നു. എനിക്ക് ഈ 13-ാം തീയതി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എനിക്ക് പോകണം, അതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ NUID വീണ്ടും അപ്ലൈ ചെയ്തു. 1.5 മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് എന്തോ ഇഷ്യൂസാണ്, ഏജൻറ്റുമാർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പം വേറെ ആരെയും ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരു ഏജൻറ്റിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു 45 ദിവസം എടുക്കും ഇത് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ബെൽജിയത്തിൽ നിന്നുള്ള അവരുടെ മെയിൽ വരുന്നു. അവരുടെ ഒരു സൈറ്റുണ്ട്, അതിൽ ഒക്ടോബർ 31 മുന്നേ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനി എന്നെ ചെയ്യുന്നത് അറിയില്ല. അയാൾ പറയുന്നത് 45 ദിവസം എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഏത് ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ വിശ്വാസപ്രമാണമാണ് കൂടുതലും ചൊല്ലുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതിനോടൊപ്പം ചൊല്ലും. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. 45 ദിവസം എന്ന് പറഞ്ഞ സാധനം ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടി കയ്യിൽ. അതിനുശേഷം എനിക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പോയാലും 1 മാസം എടുക്കും, അത് അല്ലാണ്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ ഒക്ടോബർ 31 ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്കിങ്ങനെ ഒരു പെൻഡിങ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോൾ അത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പം നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു സബ്മിറ്റ് ചെയ്യാൻ. അപ്പം എനിക്കറിയില്ല എന്നാന്ന്, പക്ഷെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മ ഒരു ഡേറ്റ് പറയുവാണെങ്കിൽ ആ ഡേറ്റ് എനിക്ക് പറയാമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നെ തോന്നിപ്പിച്ചത് നവംബർ 15 നീ പറ, 15-നുള്ളിൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ് എനിക്ക് തോന്നിച്ചത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നവംബർ 15 ഞാൻ 15 മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
പക്ഷേ ഈ ഏജൻറ്റ് പറയുന്നത് 1 മാസമെന്ന്. അങ്ങനെ നോക്കുമ്പം ഇത് കിട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ 1 മാസമെന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് 4 ദിവസം കൊണ്ട് അദ്ദേഹം എനിക്ക് നേടിത്തന്നു. അങ്ങനെ ആ 4 ദിവസം കൊണ്ട് ആ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർ പോയി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ റിന്യൂ ചെയ്തു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം അവിടെ ഇരുന്ന് സാറ് പറഞ്ഞു 1 മാസം എടുക്കുമെന്ന്. അപ്പം നവംബർ 4-നാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ നോക്കുമ്പോൾ ഡിസംബർ 4 അപ്പോൾ എനിക്ക് 15-ാം തീയതിയിലേക്ക് പറ്റുകയില്ല. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണം, എനിക്കിവിടെ വന്ന് എല്ലാവരോടും ഈ അത്ഭുതത്തെ പറയണം, അതിനുവേണ്ടി അമ്മ എനിക്കത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നവംബർ 14-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വന്നു. അതെൻ്റെ ആ 1 മാസമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് 10 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലെത്തിയത്. അങ്ങനെ ഞാൻ 14-ാം തീയതി തന്നെ, 15-ന് മുന്നേ ആയിട്ട് 14-ാം തീയതി തന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്നു. അപ്പം വിസയും ടിക്കറ്റും ഒക്കെ വന്നു. അടുത്ത മാസം പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അതിയായി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ ആയപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു, ചുമ പിടിച്ചു, എനിക്ക് കാലിന് മുട്ടുവേദനയും നടുവേദനയും നേരത്തെ മുതലേ ഉള്ളതാണ്, ഡിസ്കിന് അകലിച്ച അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാനൊരു കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ടിനകത്ത് നല്ല വേദനയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെ നടക്കും ഇത്രയും ദൂരം. എന്നാലും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് പോകാനായതുകൊണ്ട് ഞങ്ങൾ നോമ്പൊക്കെ എടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ചയോളം എനിക്ക് പനിയും കാലുവേദന. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മുട്ടിന് ഭയങ്കര വേദന, ഒരടി പോലും നടക്കാൻ വയ്യ. പിന്നെ 2 ദിവസമേ ഉള്ളൂ റാലിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, എനിക്കിതിന് പോകണം, ഒരു തടസ്സവും വരുത്തല്ല്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പോരാനായിട്ട് വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു, എറണാകുളത്തു നിന്ന്. അപ്പോൾ പോരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മുട്ടിൽ തേച്ചു. താഴെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴും നല്ല വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഹോസ്റ്റലിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങിയതും ആ വേദന എവിടെ പോയിന്ന് എനിക്കിന്നും അറിയില്ല. ആ അമ്മ എൻ്റെ ആ വേദന അത് പാടെ എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ആ റാലിയിൽ ഞങ്ങൾ മുഴുവൻ സംബന്ധിച്ചു, അർത്തുങ്ക പള്ളി വരെ പോയി. അങ്ങനെ അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി. അപ്പം നിങ്ങളും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം, ഞാൻ പേപ്പറിൽ ഡേറ്റ് ഇട്ട് ഓരോ വിഷയങ്ങൾ എഴുതി എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന ബുക്കിൽ വെക്കും. ആ വിഷയങ്ങളൊക്കെ എനിക്ക് മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ ടിക്കിട്ട് വെക്കും, അടുത്ത പേപ്പർ എടുക്കും. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ആ പേപ്പറെല്ലാം ഇവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവരോടും പറയും നിങ്ങളും അതുപോലെ ചെയ്യണം. ഇങ്ങനെ പത്രം വെച്ചിട്ട് പത്രത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും നടക്കും. കാരണം ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ അമ്മ ഒരു നല്ലൊരു വിശ്വാസിയാണ്, ദൈവത്തിനോട് മാതാവിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു. ആത്മീയമായിട്ട് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചാപ്പലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ രാവിലെയും വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പം പറ്റുന്ന പോലെ രാവിലെയോ വൈകിട്ടോ ആയിട്ട് കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും. പിന്നെ രോഗികൾക്കൊക്കെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും, ഭക്ഷണ പൊതികൾ കൊടുക്കും, പത്രങ്ങൾ എല്ലായിടത്തും പോയി ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ദൈവം മാതാവിലൂടെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 22-ാം വചനമാണ്. കടുത്ത വേദനയിലും ഉണ്ടായിരുന്നപ്പോഴുള്ള ഇസ്രായേൽ ജനത പൂർണ്ണമായും നശിച്ചു പോകാതിരിക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമായിരുന്നു. ദൈവത്തിന് എപ്പോഴും നമ്മളോടുള്ള കരുണയും സ്നേഹവുമാണ് നമ്മളെ എപ്പോഴും നിലനിർത്തുന്നത്. ആ സ്നേഹത്തിലും ആ ശ്രദ്ധയിലും അൻസു മാത്യു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഈശോയുടെ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണ്, നമ്മളെ തേടിയെത്തുന്ന ദൈവമാണ് നമുക്കുള്ളത്.
ഈ മകൾ 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ജോലിക്ക് അന്വേഷിച്ചപ്പോൾ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ കടന്നു ചെന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് പല പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു. സമയചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, എല്ലാ കാര്യവും ഓരോന്നായി നടത്തി കൊടുക്കുകയായിരുന്നു. 45 ദിവസം വേണമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് സമയചുരുക്കത്തിൻ്റെ അമ്മ ഒരാഴ്ചയാക്കി തീർത്തു. 15 ദിവസം വേണമെന്ന് പറഞ്ഞ് ഈ മകളുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, നവംബർ 15. അത് 4 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ചെയ്തു കൊടുത്തു. ഈ മകളുടെ ജീവിതത്തിൽ പല പ്രാവശ്യവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഈശോയും അമ്മയും സമയചുരുക്കത്തിൽ ചെറുതായ സമയത്തിൽ തന്നെ ഈ മകൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും. എപ്പോഴും പ്രാർത്ഥിച്ച് തുടർച്ചയായിട്ട് നമ്മൾ കേട്ടതാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ തീർക്കണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. നമുക്കും ഈ മകളെപ്പോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും ഈശോയുടെ അമ്മയുടെയും പ്രത്യക്ഷീകരണത്തെ സാക്ഷിയായിട്ട് നമുക്കും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും ഈശോയുടെ എല്ലാ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്തപ്പോഴും ഉടമ്പടി വസ്തുക്കളായിരുന്നു ഈ മോളുടെ കൈവശം ഉണ്ടായിരുന്നത്. നമുക്ക് ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കൈവശമുള്ളപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസാണ്, നമുക്കൊരു ശക്തിയാണ്, നമ്മൾക്ക് വിശ്വാസമാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമുക്കും നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അൻസി മാത്യുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, സ്പെഷ്യലി മോൾ പറഞ്ഞു, ജപമാല റാലിക്ക് വന്നപ്പോൾ ഒട്ടും പറ്റാത്ത സാഹചര്യമായിരുന്നു, ആരോഗ്യപരമായിട്ട് മോൾ ഫിറ്റല്ലായിരുന്നു. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ആ മോൾക്ക് നല്ല ആരോഗ്യം നൽകി ആ പ്രാർത്ഥന ജപമാല റാലിയിൽ ചേരുവാനായിട്ട് സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തു ഈ മകൾക്കും കുടുംബത്തിനും. അൻസുമാത്തിനും കുടുംബത്തിനും കൊടുത്ത എല്ലാ അനുഗ്രഹ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.